എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് 2ാം ക്ലാസ്സിലെ ഉദ്ഗ്രഥനം ഡേ 1 ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയാലോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ നൽകുക. മക്കളെ, ആദ്യം പറഞ്ഞിട്ടുള്ളത് ഈ ചിത്രത്തിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിറം നൽകി മനോഹരമാക്കുമല്ലോ. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. മക്കളെ, ഇവിടെ ഒരു ചെറിയ കഥ തന്നിട്ടുണ്ട്. ആ ചെറിയ കഥ വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. അപ്പോൾ കഥ വായിക്കാം. ഇന്ന് അവധിയാണ്, പുറത്തേക്കിറങ്ങിയാലോ? കാഴ്ചകൾ കണ്ടു നടക്കാം. മിത്ര പുറത്തേക്കിറങ്ങി. അവൾ വയൽ വരമ്പിലൂടെ നടന്നു. ചുറ്റും പച്ച വിരിച്ച നെൽവയലുകൾ. ദൂരെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, വലിയ തെങ്ങുകളും മരങ്ങളും. നടന്നു നടന്ന് അവൾ തോട്ടുവരമ്പിലെത്തി. കളകളം പാടി ഒഴുകുന്ന തോട്, തോട്ടിൽ നീന്തി തുടിക്കുന്ന മീനുകൾ. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ഇപ്പോൾ മഴ പെയ്യും. മിത്ര വീട്ടിലേക്ക് തിരിച്ചു നടന്നു. മ്യാവ് മ്യാവ്. എവിടെ നിന്നാ ശബ്ദം? അവൾ ചുറ്റും നോക്കി. തെങ്ങിൻ ചുവട്ടിൽ അതാ ഒരു പൂച്ചക്കുഞ്ഞ്. മഴ പെയ്താൽ പാവം നനയുമല്ലോ. മക്കളെ, കഥ വായിച്ചത് ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ ഈ കഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക. മക്കളെ, ഒന്നാമത്തെ ചോദ്യം നോക്കിയേ. ദൂരെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് എന്താണ്? എന്താണ് മക്കളെ? ഉത്തരം മലനിരകൾ. ചോദ്യം 2, മഴ പെയ്യാറായി എന്ന് തോന്നാൻ കാരണമെന്ത്? ഉത്തരം എന്താ? ഉത്തരം തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയതുകൊണ്ടാണ് മഴ പെയ്യാറായി എന്ന് തോന്നിയത്. ചോദ്യം 3, പൂച്ചക്കുഞ്ഞിനെ കണ്ട മിത്ര എന്തു ചെയ്തിട്ടുണ്ടാകും? മക്കളെ, ഇത് നമ്മുടെ സങ്കല്പത്തിലാണ് നാം എഴുതേണ്ടത്. അപ്പോൾ ടീച്ചർ എഴുതുന്നത് മഴ നനയാതിരിക്കാൻ മിത്ര പൂച്ചക്കുഞ്ഞിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. ചോദ്യം 4, മിത്ര കണ്ട മറ്റു കാഴ്ചകൾ എന്തൊക്കെ? ഉത്തരം പച്ച വിരിച്ച നെൽവയലുകൾ, വലിയ തെങ്ങുകളും മരങ്ങളും, കളകളം പാടിയൊഴുകുന്ന തോട്, തോട്ടിൽ നീന്തിത്തുടിക്കുന്ന മീനുകൾ. പ്രവർത്തനം 2, സംഭാഷണം പൂർത്തിയാക്കൂ. പൂച്ചക്കുഞ്ഞിനെയും എടുത്ത് മിത്ര വീട്ടിലെത്തി. മുറ്റത്ത് മുത്തശ്ശി മിത്രയെ കാത്തു നിൽക്കുകയായിരുന്നു. മുത്തശ്ശി: മിത്രേ, നിന്റെ കയ്യിലെന്താ? അപ്പം മിത്ര എന്ത് പറഞ്ഞിട്ടുണ്ടാകും? ഇതൊരു പൂച്ചക്കുഞ്ഞാണ് മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശി എന്താ ചോദിച്ചത്? നിനക്ക് ഇതിനെ എവിടെ നിന്ന് കിട്ടി? മക്കളെ, മിത്ര എന്ത് പറഞ്ഞിട്ടുണ്ടാകും? വഴിയിലെ തെങ്ങിൻ ചുവട്ടിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞു. മുത്തശ്ശി ചോദിക്കുകയാണ്, ഇതിന് നല്ല വിശപ്പുണ്ടാകുമല്ലോ. അപ്പോൾ മിത്ര എന്ത് പറഞ്ഞിട്ടുണ്ടാകും? അതെ, നമുക്ക് ഇതിന് കുറച്ച് പാല് കൊടുക്കാം. മറുപടിയായി മുത്തശ്ശി പറഞ്ഞു, ശരി, നീ വേഗം ഇതിനെ അടുക്കളയിൽ കൊണ്ടുപോയി കുറച്ച് പാലെടുത്തു കൊടുക്കൂ. പ്രവർത്തനം 3, ജീവികളെ തരംതിരിക്കാം. ജീവികളെ മാംസം കഴിക്കുന്നവർ, സസ്യം കഴിക്കുന്നവർ, സസ്യവും മാംസവും കഴിക്കുന്നവർ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതുക. മക്കളെ, ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. മാംസം കഴിക്കുന്ന ജീവികളെക്കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്. 2ാമത്തെ കോളത്തിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികളെക്കുറിച്ചാണ് എഴുതേണ്ടത്. 3ാമത്തെ കോളത്തിൽ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളെക്കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എന്താ എഴുതേണ്ടത്? മാംസം കഴിക്കുന്നവർ. ഏതൊക്കെ ജീവികളാണ് മാംസം കഴിക്കുന്നത്? കടുവ, സിംഹം, പുലി, ചെന്നായ. അടുത്ത കോളത്തിൽ വരുന്നത് സസ്യം കഴിക്കുന്നവർ. സസ്യാഹാരം മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ആന, പശു, മുയൽ, എരുമ, ആട് അല്ലേ? 3ാമത്തെ കോളത്തിൽ വരുന്നത് സസ്യവും മാംസവും കഴിക്കുന്ന ജീവികളെ കുറിച്ചാണ് എഴുതേണ്ടത്. ആ കോളത്തിൽ വരുന്നത് പന്നി, കാക്ക, കോഴി, പൂച്ച, നായ മുതലായവ. പ്രവർത്തനം 4, പാചകക്കുറിപ്പ് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇല വിഭവം തയ്യാറാക്കുന്നതിൻ്റെ പാചകക്കുറിപ്പ് എഴുതാം. വിഭവത്തിൻ്റെ പേര് മുരിങ്ങയില ഓംലെറ്റ്. ആവശ്യമുള്ള സാധനങ്ങൾ: മുട്ട 2 എണ്ണം, മുരിങ്ങയില വൃത്തിയാക്കിയത് 1 കൈപ്പിടി, ചെറിയ ഉള്ളി 2 എണ്ണം പൊടിയായി അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി 1 നുള്ള്, ഉപ്പ് ആവശ്യത്തിന്, നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ 1 ടീസ്പൂൺ. തയ്യാറാക്കുന്ന വിധം: ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും
കഴുകി വൃത്തിയാക്കിയ മുരിങ്ങയിലയും ചേർത്ത് നന്നായി ഇളക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവുക. പാൻ ചൂടാകുമ്പോൾ മുട്ട മിശ്രിതം അതിലേക്ക് ഒഴിച്ച് ചുറ്റിക്കുക. ഒരു വശം വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ട് മറുവശവും കൂടി വേവിച്ചെടുക്കുക. പോഷക ഗുണമുള്ള മുരിങ്ങയില ഓംലെറ്റ് തയ്യാർ. പ്രവർത്തനം 5. വരികൾ കൂട്ടിച്ചേർക്കാം. മക്കളെ, ഇവിടെ ഒരു 8 വരി പാട്ട് തന്നിട്ടുണ്ട്. ബാക്കി 8 വരി പാട്ട് നിങ്ങൾ പൂർത്തിയാക്കണം. തക്കാളിച്ചെടിയെ അറിയാമോ, പൂവിൻ നിറമെന്തറിയാമോ, തക്കാളിച്ചെടിയെ അറിയാമേ, തക്കാളിപ്പൂവിന് മഞ്ഞ നിറം. മുരിങ്ങച്ചെടിയെ അറിയാമോ, പൂവിൻ നിറമെന്തറിയാമോ, മുരിങ്ങച്ചെടിയെ അറിയാമേ, മുരിങ്ങപ്പൂവിന് വെള്ള നിറം. മക്കളെ, ബാക്കി വരികൾ നമുക്ക് പൂരിപ്പിക്കാം. വെണ്ടച്ചെടിയെ അറിയാമോ, പൂവിൻ നിറമെന്തറിയാമോ, വെണ്ടച്ചെടിയെ അറിയാമേ, വെണ്ടപ്പൂവിനു മഞ്ഞ നിറം. മുളക് ചെടിയെ അറിയാമോ, പൂവിൻ നിറമെന്തറിയാമോ, മുളക് ചെടിയെ അറിയാമേ, മുളകിൻ പൂവിന് വെള്ള നിറം. ഇതോടുകൂടി ഇൻ്റഗ്രേഷൻ ഡേ 1 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.